പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു പാലക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാഗ്യം നബിയർക്കും എന്ന് തുടങ്ങുന്ന കുക്ലിയോനിലെ ഒരു ഭാഗമാണ്. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വിശദീകരണം. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ കാസായും ബീലാസായും എടുത്ത് വാഴ്ത്തി താഴെ വെച്ചതിന് ശേഷം, തബലത്തായി വെച്ചതിന് ശേഷം ദർഗായിൽ നിന്ന് ഇറങ്ങി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ആദ്യം മാതാവിനോടും പിന്നെ പരിശുദ്ധന്മാരോടും, അങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളായിട്ട് വിശുദ്ധ സ്ലീവ ഇടയ്ക്കൊക്കെ ചെല്ലും. പിന്നെ പട്ടക്കാരുടെ, പിന്നെ മരിച്ചുപോയവരുടെ. അപ്പോൾ രണ്ടാമത്തെ കുക്കിലിയാനാണ് പരിശുദ്ധന്മാരോടുള്ളത്. അവിടെ പറയുന്നത് ഭാഗ്യം നബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ ബാറക്കുമോറും. അവിടെ നബിയന്മാരാണെന്നുള്ളതാണ് പലരും ചോദിക്കാറുള്ളത്. നമുക്കറിയാം, നബിയന്മാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരാണ്. ഇവിടെ നബിയന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് വെളിപാട് പുസ്തകത്തിലെ 4:10 പറയുന്ന 24 മൂപ്പന്മാരാണ്. യോഹന്നാൻ കണ്ട വെളിപാടിൽ 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു. സ്വർഗത്തിൽ കണ്ട കാഴ്ചയാണത്. 24 മൂപ്പന്മാർ ആരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രപിതാക്കന്മാർ, അവരുടെ കയ്യിൽ ഓരോ വടിയുണ്ടാവും. ആ വടിയിൽ അവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടാവും. ഇന്ന ഗോത്രത്തിൻ്റെ പിതാവ്, അടിയിൽ പേരും കാണും. നമ്മുടെ മേൽപ്പട്ടക്കാരുടെ അംശവടിയുടെ ഒരു മുൻരൂപമാണത്. മേൽപ്പട്ടക്കാരൻ ആ ഭദ്രാസനത്തിൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ മേൽപ്പട്ടക്കാരനാണ്. ഭദ്രാസനം മെത്രാപ്പോലീത്തയാണ്. അംശവടി അതിൻ്റെ കൂടെ ഒരു സൂചനയാണ്. പിന്നെ 12 അപ്പോസ്തലന്മാർ, കർത്താവ് തിരഞ്ഞെടുത്ത വിശുദ്ധ ശിഷ്യന്മാർ. അപ്പോൾ ഈ 12 12 24 കൂടുന്നവരാണ് മൂപ്പന്മാരെന്നിവിടെ പറയുന്നത്. നിബിയന്മാരെന്ന് പറയുന്നത്. നിബിയന്മാരെന്ന് വെച്ചാൽ പ്രവാചകന്മാരാണ് എന്നർത്ഥം വരികയും, ഇവിടെ 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തലന്മാരും. അവരിപ്പോൾ സ്വർഗത്തിലില്ല. സ്വർഗത്തിലിപ്പോൾ ദൈവവും മാലാഖമാരും മാത്രമേ ഉള്ളൂ. കത്തോലിക്ക സഭയും പെന്തക്കോസ്ത് സഭയൊക്കെ പഠിപ്പിക്കും, മരിക്കുന്നവരുടെ ആത്മാക്കളൊക്കെ സ്വർഗത്തിലേക്ക് വരുന്നു. ഒരിക്കലുമില്ല, നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല. ന്യായവിധിക്ക് ശേഷം അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ പിന്നെ ആരാ 24 മൂപ്പന്മാർ, അല്ലെ 24 നിബിയന്മാർ? ഈ ഗോത്രപിതാക്കന്മാർക്കും അപ്പോസ്തലന്മാർക്കും പകരമായി 24 മാലാഖമാർ സ്വർഗത്തിൽ ഉണ്ട്. നമുക്കറിയാം, 9 വൃന്ദം മാലാഖമാർ 3 ഗണങ്ങളായിട്ട് നിന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അതിൽ ഒരു ഗണത്തിൽ 24 മൂപ്പന്മാരും പെടുന്നു. ഒരു പക്ഷേ ആദ്യത്തെ ഗണത്തിലായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തേതിലായിരിക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തേതിലായിരിക്കാം. മിക്കവാറും ആദ്യത്തേതിലാകാനാണ് സാധ്യത. അപ്പോൾ 24 മൂപ്പന്മാരെന്ന് പറയുന്നത് 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തലന്മാരെയും സൂചിപ്പിക്കുന്ന 24 മാലാഖമാരാണ്. എന്താ മനസ്സിലാകും? സ്വർഗത്തിൽ മൂപ്പന്മാരാരുമില്ല. മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ
ഈ ഗോത്രപിതാക്കന്മാരോ നിബിയന്മാരോ ഒന്നും സ്വർഗത്തിലില്ല. അവർക്കൊക്കെ ന്യായവിധിക്ക് ശേഷമുള്ളൂ. ഇപ്പം മാലാഖമാരും ദൈവവും വിശുദ്ധ തൃത്വവും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ കിക്കുലിയെ നമ്മൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്നു. ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഒരു പട്ടക്കാരൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഇത് ചൊല്ലുവാനും പാടില്ല. പട്ടക്കാരൻ തുടങ്ങണം. ചില മരിച്ചു വിട്ട് ചെല്ലുമ്പോൾ ആത്മായക്കാർ മക്കളിലപ്പനൊക്കെ ചൊല്ലാൻ പാടില്ല എന്നൊക്കെ ചോദിക്കേണ്ട. ഒരിക്കലും പാടില്ല. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം പരിശുദ്ധനായ സ്തെഫാനോസ് സഹദ അവൻ്റെ ആത്മാവ് മുകളിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ, പർദീസായിലേക്കാണ് എടുക്കപ്പെട്ടത്. അവിടെ ചെന്നപ്പോൾ അവൻ്റെ ആത്മാവ് കാണുന്നത് അവിടെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന പുത്രൻ തമ്പുരാൻ, അല്ലെങ്കിൽ ഇരിക്കുന്ന പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് അവൻ്റെ ആത്മാവ് കാണുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിന് ഈ പരിശുദ്ധന്മാരോടുള്ള ബഹുമാനം, സഹദന്മാരോടുള്ള ബഹുമാനം, 24 മൂപ്പന്മാരാകുന്ന ഗോത്രപിതാക്കന്മാരോടും അപ്പോസ്തലന്മാരോടുള്ള ബഹുമാനം, പരിശുദ്ധന്മാരോടുള്ള ബഹുമാനം, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കർത്താവിനേക്കാൾ ഇവർ വലുതായിട്ടുള്ളവരല്ല, അതുകൊണ്ടല്ല. അതുകൊണ്ട് നിന്ന് മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നും പട്ടക്കാരുടെ സാന്നിധ്യത്തിലല്ലാതെ ഇത് ചൊല്ലുവാൻ പാടില്ല എന്നും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയായിരിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.